ഹായ് ഗൈസ്, ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സന്തോഷമാണോ സങ്കടമാണോ ഒന്നും അറിയാൻ വയ്യ. കാരണം ഞാൻ ഇന്നേക്ക് 2 മന്ത്സായി എൻ്റെ പേജ് ഓപ്പൺ ആക്കിയിട്ട് യൂണിക്രോൺ എന്നാണ്. പക്ഷേ ഒരുപാട് പേരുടെ എന്താണ് സമ്മതമൊന്നുമില്ലാതെയും സപ്പോർട്ടില്ലാതെയും ഒക്കെ തുടങ്ങിയൊരു പേജാണത്. എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതൊന്നും നമ്മളതിലൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ 2 മന്ത്സായിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട്, പ്രോഡക്റ്റ്സൊക്കെ എങ്ങനെയാണ് പോകുന്നുണ്ടോ, എടുക്കുന്ന പ്രോഡക്റ്റ്സൊക്കെ പോകുന്നുണ്ടോ. പക്ഷെ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തവരായിരിക്കും ചോദിക്കുന്നത്. പ്രോഡക്റ്റ്സൊക്കെ പോകുന്നുണ്ടോ. പിന്നെന്താ, ആരെയും ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. എനിക്ക് ഇത് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളും അല്ല. പക്ഷേ എനിക്കെന്തോ പറയണം. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പറയണമല്ലോ, പറഞ്ഞാലേ നമുക്കൊരു മനസ്സമാധാനം കിട്ടത്തുള്ളൂ. നമ്മളെ കൂടെ നിന്ന ആൾക്കാർ തന്നെ നീ ചെയ്തു, നമ്മൾ കട്ട സപ്പോർട്ടായിട്ടുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ എന്നെപ്പോലെ എല്ലാ പേർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഇതൊക്കെ പറയണം അല്ലെങ്കിൽ റിലീവ് ചെയ്യണം എന്നൊക്കെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കും എൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ പറയണം എന്നൊക്കെ തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കൂടെ നിന്നവർ പോലും നമുക്കൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ തരുന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവരുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്യട്ടെ, ചെയ്യാത്തവർ ചെയ്യണ്ട. ബാക്കി എല്ലാ വീഡിയോസ് നമുക്ക് എല്ലാ പേരിൽ നിന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാക്കി എല്ലാ വീഡിയോസും അവർ ലൈക്ക് കൊടുക്കുന്നു, അവർ ആക്റ്റീവായിരിക്കുന്നു, എല്ലാമുണ്ട്. സംടൈംസ് എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ഇനി എടുക്കുന്ന പ്രോഡക്ട്സിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ കൊള്ളാത്തത് കൊണ്ടാണോ. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നാറുണ്ട്. എടുക്കുന്ന പ്രോഡക്ട്സിന് ഇനി എന്തെങ്കിലും ഒരു വിഷയം ഉള്ളത് കൊണ്ടാണോ എന്തോ. ആരും ഒരു അനക്കവും ഇല്ല. ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പും എല്ലാം ഒക്കെ ഉള്ള ആളാണ്. ബട്ട് ഒരു അനക്കമില്ല. ഇപ്പം നാട്ടിൽ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ജ്വല്ലറി, ക്ലോത്തിങ് ബ്രാൻഡൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അവരവരുടെ പാഷൻ്റെ പിറകെയൊക്കെ അവർ ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു നമുക്കിതൊരു വരുമാന മാർഗവും ആണ്. അതേപോലെ ഇത് നമുക്കൊരു സന്തോഷം തരാണ്. എൻ്റെ ഒരു അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയതുകൊണ്ടും എനിക്കിതിലൊരു പാഷൻ ഉള്ളതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോൾ സപ്പോർട്ട് തരണം എന്നുള്ളതല്ല, ഒരു വിഷമം, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അറിയിക്കാൻ ഉദ്ദേശിച്ചത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൂടെ നിന്നവർ പോലും നമ്മളിത് പ്രോഡക്റ്റ് ഒന്നും മേടിക്കണ്ട, നമുക്കൊരു സപ്പോർട്ട്, ഒരു ലൈക്ക് മതി നമുക്കൊരു ലൈഫ് ചേഞ്ച് ഉണ്ടാവാൻ. ഒരു 90% ആൾക്കാരും, അതിൽ ബാക്കി 10% നമ്മൾ കളഞ്ഞിട്ടിരുന്ന ആൾക്കാരാണ് നമ്മളെ കൂടെ ഇപ്പം നിൽക്കുന്നത്. ബാക്കി നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചവർ പോലും നമ്മളിങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അതുവഴി അങ്ങ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരുന്നാലും അവരുടെ ഇൻസ്റ്റാ പേജിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെസ്പോണ്ട് തരാം. അങ്ങനെ ഒരു റെസ്പോണ്ട് തരുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഒരു ധൈര്യം വരുന്നത്.
പിന്നെ മറ്റുള്ളവരുടെ ലൈക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കോമൻസും ഒക്കെ കേട്ടിട്ടാണോ അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ ഇതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് എന്നൊക്കെ ചിലവർ ചോദിക്കുന്നുണ്ടായിരിക്കും. ഒന്നുമല്ല, എനിക്കിത് പറയണമെന്ന് തോന്നി ഞാൻ അങ്ങനെ വന്ന് പറയുന്നതാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ തന്നെയാണ് ഞാനും പറയുന്നത്. ഇത് ചിലപ്പോൾ ചിലവർക്ക് ബോറായിരിക്കാം, ചിലവർക്ക് അഹങ്കാരമായിരിക്കാം. പിന്നെ ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഇനി എന്തൊക്കെ ലൈക്ക് തന്നില്ലെങ്കിൽ പോലും ഞാനിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. നിങ്ങൾക്ക് എത്രത്തോളം എന്നെ തളർത്താൻ പറ്റുമോ അത്രത്തോളം നിങ്ങളെന്നെ തളർത്തിക്കൊണ്ടിരിക്കൂ. എനിക്കത്രേ നിങ്ങളോട് പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.